ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മഗ് സ്പാർക്ക്. ഇന്ന് നമ്മൾ സ്മഗ് സ്പാർക്കിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ്. നമ്മൾ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 2007 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 2 ആണ്. ഓക്കെ, പാർട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഈ വീഡിയോയും ബന്ധപ്പെട്ട് പാരലായിട്ട് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്, അതായത് ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ അനാലിസിസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. റാൻഡം സെലക്ഷനാണ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ കുറച്ച് ട്രാൻസ്ഫർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുവരെ കവർ ചെയ്ത ടോപ്പിക് ഉണ്ട്, അതിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റാൻഡം സെലക്ഷനാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലുമായി ബന്ധപ്പെട്ട നോട്ട്സുകളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ടെലഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, നോക്കാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ദ യൂഷ്വൽ വാല്യൂ ഓഫ് എ സ്ലിപ്പ് ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടോർ എറ്റ് ഫുൾ ലോഡ്. ഒരു ഫുൾ ലോഡ് കണ്ടീഷനിൽ, അതായത് ഫുൾ ലോഡ് കണ്ടീഷനിൽ എന്താണ് ഒരു 3-phase ഇൻഡക്ഷൻ മോട്ടോറിലെ സ്ലിപ്പിൻ്റെ വാല്യൂ എന്ന് എത്ര പറഞ്ഞത്? 0.1, 0.8, 1, 0.05. നമ്മൾ ഇൻഡക്ഷൻ മോട്ടോർ ആദ്യം ചെയ്ത വീഡിയോ ആണ് ഇൻഡക്ഷൻ മോട്ടോർ. ഇൻഡക്ഷൻ മോട്ടോറിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. 3 to 5% ആണ് എന്ത് വരിക? നോർമൽ കണ്ടീഷനിൽ സ്ലിപ്പ് വരിക. 3 to 5% പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3/100 അല്ലേ? അപ്പോൾ എന്താ 0.03 മുതൽ 0.05 വരെയാണ് നമ്മൾ സാധാരണ രീതിയിൽ എന്ത് വരിക? സ്ലിപ്പ് വരിക. ഓക്കെ, അപ്പോൾ സ്ലിപ്പ് എന്ന് അറിയാൻ നിങ്ങൾക്കറിയാം എന്താ ഇക്വേഷൻ. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സ്ലിപ്പ് ഒന്നുകൂടി സ്ലിപ്പ് ഈസ് ഈക്വൽ ടു NS മൈനസ് N ഡിവൈഡ് ബൈ NS ആണ് എന്ത്? സ്ലിപ്പ്. സിങ്ക്രണസ് സ്പീഡ് മൈനസ് റോട്ടോർ സ്പീഡ് ഡിവൈഡ് ബൈ സിങ്ക്രണസ് സ്പീഡ്, ഇതാണ് എന്ത്? സ്ലിപ്പാണ്. നോ ലോഡ് കണ്ടീഷനിൽ എന്താ വരിക? നോ ലോഡ് കണ്ടീഷനിൽ സ്ലിപ്പ് എത്ര വരിക? നോ ലോഡ് കണ്ടീഷനിൽ നിങ്ങൾക്കറിയാം N ഓൾവേസ് ഈക്വൽ ടു എന്താണ്? ഓൾവേസ് ഈക്വൽ ടു NS ആ. നോ ലോഡ് കണ്ടീഷനിൽ അല്ലേ? നോ ലോഡ് കണ്ടീഷനിൽ ഓൾവേസ് ഈക്വൽ ടു NS ആ വരിക. അപ്പോൾ എന്ത് ചെയ്യും? ഓൾമോസ്റ്റ് ഇത് NSഉം Nഉം ഓൾമോസ്റ്റ് ഈക്വൽ ആവും. അപ്പോൾ എന്ത് ചെയ്യും? ഒരു മുകളിലൊരു 0ൻ്റെ അടുത്ത് വരും. അപ്പോൾ നോ ലോഡ് കണ്ടീഷനിൽ എന്താ വെച്ചാൽ 0 വരില്ല ഒരിക്കലും, പക്ഷേ 0ൻ്റെ അടുത്തേക്ക് വരാം. ഫുൾ ലോഡ് അത് പിന്നെ വരുന്നത് ബ്ലോക്ക്ഡ് കണ്ടീഷൻ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ബ്ലോക്ക്ഡ് കണ്ടീഷൻ അല്ലേ? ബ്ലോക്ക്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലോക്ക്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റോട്ടോറിൻ്റെ സ്പീഡ് എന്താണ്? 0 ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം 0 ആയി കഴിഞ്ഞാൽ NS ഡിവൈഡ് ബൈ NS എന്നുള്ളത് 1 കിട്ടും. അപ്പോൾ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ എന്നൊക്കെ പറയും. അതായത് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റോട്ടോർ മൂവ് ചെയ്യാത്ത കണ്ടീഷനാണ് നമ്മൾ എന്താ പറയുന്നത്? സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒരു കണ്ടീഷനിൽ എന്തായിരിക്കും? N എന്ന വാല്യൂ എന്തായിരിക്കും? സ്ലിപ്പ് എന്ന വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. നോ ലോഡ് കണ്ടീഷനിൽ നിയർ ടു സ്ലിപ്പ് എന്ന് പറഞ്ഞ വാല്യൂ നോ ലോഡ് കണ്ടീഷനിൽ പറയുന്നത് നിയർ ടു 0 ആയിരിക്കും. 0ൻ്റെ അടുത്തായിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ D ആണ് ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An induction motor takes a line current of 80 ampere when started by direct switching. If an auto transformer with 50% tapping is used, the line current would be 20 ampere, 80 ampere, 40 ampere, 50 ampere. അറിയാം, നമ്മളറിയാം ഏതൊരു ഇൻഡക്ഷൻ മോട്ടോറിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടേഴ്സിൻ്റെ പേരാണെന്ന് തോന്നുന്നു. DOL സ്റ്റാർട്ടർ ഉണ്ട്, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഉണ്ട് അല്ലേ? സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ഉണ്ട്. പിന്നെ വരുന്നൊരു ട്രാൻസ്ഫോറാണ് ഓട്ടോ ട്രാൻസ്ഫോർ സ്റ്റാർട്ടറാണ്. ഓക്കെ, നമ്മൾ എത്ര വരെ സാധാരണ 0 to 5 HP വരെയൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? DOL ആണ് ഉപയോഗിക്കുന്നത് അല്ലേ? 5 to 15 ആണ് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? സ്റ്റാർ ഡെൽറ്റ ഉപയോഗിക്കുന്നത്. എബോവ് 15 ആണെങ്കിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുക? എബോവ് 15 HP ആണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഓട്ടോ ട്രാൻസ്ഫോർ അല്ലേ? ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഒരു കണ്ടീഷനിൽ എന്താ ഉപയോഗിക്കുന്നത്? ഒരു ഓട്ടോ ട്രാൻസ്ഫോർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 50% ടാപ്പിംഗ്, അതായത് 400 വോൾട്ട് തരുന്നതാണെങ്കിൽ അതിലെ ടാപ്പിംഗ് നമ്മൾ ഉപയോഗിച്ച് സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ 200 വോൾട്ടാണ്. ആ ഒരു 400 വോൾട്ട് 200 വോൾട്ടായി കഴിഞ്ഞാൽ ഈ ഒരു കറണ്ട്, ലൈൻ കറണ്ട് എന്തായി മാറും? എത്ര പെർസെൻറ്റേജ് കുറയുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് 2 ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കാനുണ്ട്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ലൈൻ കറണ്ട് ഓട്ടോ ട്രാൻസ്ഫോറാണ് പറയുന്നത്. ലൈൻ കറണ്ട് ഓട്ടോ ട്രാൻസ്ഫോർ. ഓക്കെ, ലൈൻ കറണ്ട് ഓട്ടോ ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു A² × IM, അതായത് മോട്ടോർ കറണ്ട് അറ്റ് ഫുൾ ലോഡ് വോൾട്ടേജ്.
ഫുൾ ലോഡ് വോൾട്ടേജിൽ എത്രയാണോ കറണ്ട് അതിനെ എ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ലൈൻ കറണ്ട് ഏറ്റവും ഓട്ടോ ട്രാൻസ്ഫർ. നിങ്ങൾ ഓട്ടോ ട്രാൻസ്ഫോറിൽ കണക്ട് ചെയ്യുന്നതിനുള്ള കറണ്ട് നമുക്ക് കാണേണ്ടത്. അപ്പം ആ ലൈൻ ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലൈൻ കറണ്ട് വെൻ ഓട്ടോ ട്രാൻസ്ഫർ ഈസ് അപ്ലൈഡ്. ഓക്കെ, അതിന് ഫസ്റ്റ് നോക്കൂ, ഐ എം ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ കറണ്ട് വെൻ ഓട്ടോ ട്രാൻസ്ഫർ ഈസ് അപ്ലൈഡ്. മോട്ടോർ കറണ്ട് വെൻ ഓട്ടോ ട്രാൻസ്ഫർ അപ്ലൈഡ് ആണെന്ന് ഐ എം ഓട്ടോ എന്ന് പറഞ്ഞാൽ. ഐ ലൈൻ ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ കറണ്ട് ഓട്ടോ ട്രാൻസ്ഫർ അപ്ലൈഡ്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? അടുത്തൊരു ടൈം നോക്കൂ, ഐ എം ഫുൾ വോൾട്ടേജ് എന്ന് പറഞ്ഞത്, ഐ എം എന്ന് പറഞ്ഞാൽ മോട്ടോർ കറണ്ട് അറ്റ് ഫുൾ ലോഡ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ്. ഐ എം ഫുൾ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മോട്ടോർ കറണ്ട് ഫുൾ ലോഡ്. അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെ തന്നു നോക്കും. ഈ ഒരു ക്വസ്റ്റ്യൻസിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഈ ഒരു ക്വസ്റ്റ്യൻസിൽ തന്നത് നമ്മൾ 80 ആംപിയർ ആണ് എപ്പോഴും ഡയറക്റ്റ് സ്വിച്ചിങ്, അതായത് ഫുൾ ലോഡ് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്തുള്ള കറണ്ട് എന്നാൽ ഐ എം മോട്ടോർ കറണ്ട് ഫുൾ ലോഡ് വോൾട്ടേജ് കറണ്ട് കൊടുക്കുന്നതിനുള്ള സമയത്ത് എത്രയാണ്? 80 ആംപിയറാണ് വരുന്നത് അല്ലേ. പിന്നെ നമ്മൾ 50% ടാപ്പിംഗ് എന്ന് പറയും. അപ്പം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% എന്ന് പറഞ്ഞാൽ 50/100 എത്ര കിട്ടും? 0.5 കിട്ടും അല്ലേ. 0.5 അല്ലേ, 0.5 കിട്ടും. അപ്പം നമുക്ക് ലൈൻ കറണ്ട് നോക്കാം. അപ്പം ലൈൻ കറണ്ട് അല്ല നമുക്ക് കാണേണ്ടത്, ഐ ലൈൻ കറണ്ട് ഏറ്റവും ഓട്ടോ ട്രാൻസ്ഫർ കണക്ട് ചെയ്യുന്നതിൽ ലൈൻ കറണ്ട് നമുക്ക് കാണേണ്ടത് എത്ര? = 0.5 സ്ക്വയർ ഇൻറ്റു എത്ര കിട്ടുക? 80 കിട്ടും. അപ്പോൾ 0.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.25 ഇൻറ്റു 80 എന്ന് കിട്ടും. അതായത് എന്ത് പറയുന്നതിന് 1/4 അല്ലേ, 0.25 എന്ന് പറഞ്ഞാൽ 1/8. ഓക്കെ, അപ്പോൾ എത്ര വരുന്നുണ്ട്? 80/4 എന്നൊരു 20 ആംപിയർ. അപ്പം വോൾട്ടേജ് ഹാഫ് ആയി കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യും? 1/4 മാറും. അപ്പോൾ അതായത് നമ്മൾ നേരത്തെ ഈ ഒരു ഇതുമായി ബേസ് ചെയ്ത് നമ്മൾ ഇൻഡക്ഷൻ മോട്ടോറിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? നമ്മൾ വോൾട്ടേജ് അതിൽ V/√3 ആയി കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ വോൾട്ടേജ് ബൈ സ്റ്റാറിലേക്ക് മാറ്റുന്നേരം 1/√3 ആകുക. അപ്പം എന്ത് ചെയ്യും? കറണ്ട് 1/3 ആകുന്ന മാറുന്നുണ്ട് അല്ലേ 1/√3 എന്നുള്ളത് 1/3 ആയി മാറുന്നുണ്ട്. അത് ഇതുപോലെ ഇവിടെ എന്താ ചെയ്യുന്നത്? 1/5 അതായത് 1/2 ആണ്. അതായത് 50% ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്, അതായത് V/2 ആകുന്നത്. അപ്പോൾ കറണ്ട് എത്ര ആകുന്നത്? എത്ര ആകുന്നതെന്ന് 4 ആണ്. അതേ കൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിക്കാം, അല്ലെങ്കിൽ ഇത് മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ സ്ക്വയർ ആയിട്ട് മാറുന്നത് ഇവിടെ V/√3. അപ്പോൾ സ്റ്റാറിലേക്ക് മാറുമ്പോൾ വോൾട്ടേജ് എന്തായി മാറുന്നത്? √3 ആയി മാറുന്നുണ്ട്. കറണ്ടായി എത്രയായി മാറുന്നുണ്ട്? അതിൻ്റെ സ്ക്വയർ 1/3 ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ 50% ടാപ്പിംഗ് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അത് കറണ്ട് എത്രയും മാറും? 1/4 ആയിട്ട് മാറും. ഓക്കെ, അതുപോലെ തന്നെയാണ് ടോർക്കും. ടോർക്ക് ഓട്ടോ ട്രാൻസ്ഫോറിൽ കണക്ട് ചെയ്യുന്നേരം ഫുൾ ലോഡ് വോൾട്ടേജ് കൊടുക്കുന്ന ടോർക്ക് ഇൻറ്റു A² ആണ് അവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ ടോർക്കും എന്തെയും മാറും? ആ ഒരു സ്ക്വയർ ഫോമിൽ എന്തെയും മാറും? കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ ടോർക്ക് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഇപ്പോൾ 50% അയക്കുന്നെങ്കിൽ ടോർക്ക് നിങ്ങളൊരു ഫസ്റ്റ് ഒരു 80 കിലോ ന്യൂട്ടണൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായി മാറും? നമ്മൾ ഓട്ടോ ട്രാൻസ്ഫർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? ഒരു 20 കിലോ ന്യൂട്ടണൊക്കെ ആയിട്ട് ടോർക്ക് എന്തായി മാറുന്ന പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അത്രയും 2 പോയിന്റുകൾ. അപ്പോൾ 2 പോയിന്റുകളാണ് ഈ ഒരു സെക്ഷനിൽ പഠിക്കാനുള്ളത്. ഒന്നാമത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു സംഭവമാണ്, ഈ ഒരു ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഈ ഒരു ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഐ ലൈൻ ഓട്ടോ = A² ഇൻറ്റു ഐ എം ഫുൾ ലോഡ് വോൾട്ടേജ്. രണ്ടാമതായിട്ട് പഠിക്കാനുള്ള ടോർക്ക് ഓട്ടോ = T ഫുൾ ലോഡ് വോൾട്ടേജ് ഇൻറ്റു A² എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ ഓട്ടോ ട്രാൻസ്ഫർ റേഷ്യോ ആണ്. എന്തൊക്കെ ടേംസ് എന്നുള്ളത് ഓരോന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചില ടേംസുകൾ ആവശ്യമില്ലാത്തതുണ്ട്, അത് നോക്കുക. ചില ടേംസുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം അടുത്ത് നോക്കാം. ദ റോട്ടോർ പവർ ഔട്ട്പുട്ട് ഓഫ് നമ്മൾ ആൻസർ എത്ര എന്ന് പറഞ്ഞത്? ആൻസർ പറഞ്ഞിട്ടുള്ളത് 20 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ദ റോട്ടോർ പവർ output of a 3-phase induction motor is 30 kilowatt and the corresponding slip is 4%. The rotor copper loss will be there. Okay, ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-phase ഇൻഡക്ഷൻ മോട്ടോറിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? ആ വീഡിയോ എന്ത് ചെയ്യുക? ഇൻഡക്ഷൻ മോട്ടോർ വീഡിയോ കാണുക. നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടതാണ് പവർ ഫ്ലോ ഡയഗ്രം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഡക്ഷൻ മോട്ടോറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് പവർ ഫ്ലോ ഡയഗ്രം. അപ്പോൾ ഇൻപുട്ട് പവർ ഉണ്ട്, മോട്ടോർ ഇൻപുട്ടാണ്. അപ്പോൾ നമ്മൾ മോട്ടോർ ഇൻപുട്ട് തന്നെ നിങ്ങൾക്കറിയാം, ഒരു സ്റ്റേറ്റർ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഒരു റോട്ടോർ ഉണ്ടാവും അല്ലേ. അപ്പോൾ സ്റ്റേറ്ററിലേക്ക് നമ്മളൊരു ഇൻപുട്ട് കൊടുത്ത് അല്ലേ, അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റർ ലോസ് ആണ് ഇവിടെ കാണിച്ചത്. ഇതാണ് സ്റ്റേറ്റർ ലോസ്.
അത് കഴിഞ്ഞ് സ്റ്റേറ്ററിൻ്റെ ഔട്ട്പുട്ട് സ്റ്റേറ്ററും റോട്ടറും തമ്മിലുള്ള ഇതാണ് എയർ ഗ്യാപ്പ് വരുന്നത് അല്ലേ, എയർ ഗ്യാപ്പ്. അപ്പോൾ സ്റ്റേറ്റർ അതിന് നമ്മൾ എന്താ പറയുന്നു, സ്റ്റേറ്റർ ഔട്ട്പുട്ട് ഓർ റോട്ടോർ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എത്ര കൊടുക്കുന്നത്, P2 എന്ന് പറയും. ഇതിന് നമ്മൾ എയർ ഗ്യാപ്പ് പവർ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതെന്ത് ചെയ്യും, റോട്ടോറിലെത്തും. റോട്ടോറിൽ കോപ്പർ ലോസ് ഉണ്ടാവും. കോപ്പർ ലോസ് കഴിഞ്ഞിട്ട് റോട്ടോർ ഔട്ട്പുട്ട് വരും. ഓക്കെ, റോട്ടോറിൻ്റെ ഔട്ട്പുട്ട് വരും. ഓക്കെ, അത് റോട്ടോറിൻ്റെ ഔട്ട്പുട്ട് PO എന്നൊക്കെ കൊടുക്കാൻ നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, എന്താ തന്നത് ഇവിടെ റോട്ടോർ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. റോട്ടോർ ഔട്ട്പുട്ട് നമ്മളിവിടെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്, 1 - S × P2 പറഞ്ഞിട്ടുണ്ട്. അതാണ് തന്നത്. എത്ര തന്നത്, 1 - S × P2 എത്ര തന്നത് ഇവിടെ, 1 - S × P2 തന്നത് എത്രയാണ് നോക്കൂ, 30 കിലോവാട്ടാണ്. എത്രയാണ്, 30 കിലോവാട്ടാണ് അല്ലേ. സ്ലിപ്പ് തന്നിട്ടുണ്ട് നമുക്ക്, സ്ലിപ്പ് തന്നിട്ടുണ്ട് 4%. സ്ലിപ്പ് 4% എന്ന് പറഞ്ഞാൽ എന്താണ്, 4/100 എത്ര കിട്ടും, 0.04 കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ 1 - 0.04 ഇൻറ്റു എത്ര വരുന്നത്, P2. ഓക്കെ, = 30 കിലോവാട്ട്. ഓക്കെ, നമുക്ക് കാണേണ്ടത് എന്താണ്, നമുക്ക് കാണേണ്ട ക്വസ്റ്റ്യൻസ് നോക്കുക. എന്താണ്, കോപ്പർ ലോസ് ആണ്. റോട്ടർ കോപ്പർ ലോസിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻ S × P2 ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്ക് P2 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ ശരി കണ്ടുപിടിച്ചുകൂടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 1 - 0.04 എന്നുള്ളത് പോയിന്റ് എത്ര കിട്ടും, 0.96 ഇൻറ്റു P2 = എത്ര കിട്ടും, ഇങ്ങനെ തന്നെ നിൽക്കട്ടെ, 30 കിലോവാട്ട്. അപ്പോൾ നമുക്ക് കാണേണ്ടത് S × P2 അല്ലേ. S × P2 എന്ന് പറഞ്ഞാൽ S എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4%. അപ്പോൾ അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ P2 = നമുക്ക് എന്ത് ചെയ്യാം, 30/0.96 എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ. 30/0.96 എഴുതിയിട്ട് പിന്നെ 0.96 നമുക്ക് S × P2 വേണ്ടി. S × P2 = S പറഞ്ഞാൽ 0.04 ഇൻറ്റു P2 പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കിട്ടിയല്ലേ 30 കിലോവാട്ടാണ് ഇത്. 30/0.96 നിങ്ങളിവിടെ മുകളിലും താഴെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തെങ്കിലും അത് എല്ലാ പോയിന്റുകളൊക്കെ മാറി 4 × 30/96 എന്ന് കിട്ടും അല്ലേ. ഇത് 4 കട്ട് ചെയ്താൽ ഇത് 24 വരും അല്ലേ. ഇത് കട്ട് ചെയ്ത് എത്ര കിട്ടും, 5/4 കിട്ടും. അപ്പോൾ 5/4 എന്ന് പറഞ്ഞാൽ 1 പിന്നെ 2 5 കിലോവാട്ട്, അതായത് 1250 വാട്ട്. ഓക്കെ, ആൻസറിലെ നോക്കൂ 1250 വാട്ട്സ്. ഓക്കെ, ക്ലിയർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അതേ കട്ട് ചെയ്യാനും പോകണ്ട, അത് ഇങ്ങനെ 30.96 ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് ലാസ്റ്റ് ചെയ്യുക, കട്ട് ചെയ്ത് പോകും. ഓക്കെ, ആ രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പം ഇൻഡക്ഷൻ മോട്ടോറിൽ ഈ ഒരു സംഭവം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, പവർ ഫ്ലോ ഡയഗ്രാം. ഓക്കെ, അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് ആൻ ഇൻഡക്ഷൻ മോട്ടോർ വിത്ത് സെർട്ടൺ റേഷ്യോ ടു സ്റ്റേറ്റർ സ്ലോട്ട്സ് റൺസ് അറ്റ് 1/7 ഓഫ് ദ നോർമൽ സ്പീഡ് ദ മോട്ടോർ ഷുഡ് ബി. എന്താണ് പറയുന്നത്, 1/7 റൊട്ടേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറഞ്ഞത്, ക്രോളിംഗ് എന്ന് പറയുന്നത്. ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെല്ലെ ഈയുക എന്നൊക്കെ അല്ല അർത്ഥം. അപ്പോൾ വെച്ചാൽ നമ്മളെ ആക്ച്വൽ ഫ്ലക്സിന് നമ്മൾ സാധാരണ രീതിയിൽ സിങ്ക്രണസ് നമ്മൾ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിനെയാണ് എന്ത് ഫോളോ ചെയ്യുന്നത്, ആർമേച്ചർ ഫോളോ ചെയ്യേണ്ടത്. അപ്പം ഇതൊരു സംഭവം എന്ത് ചെയ്യും, നമ്മൾ ഈ ഹാർമോണിക്സ് ഫ്ലക്സിനെ ഫോളോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഹാർമോണിക്സ് ഫ്ലക്സിനെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്പീഡ് കുറയും, ഇതിൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ടിന് കുറയും. അങ്ങനെ കുറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൃത്യമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ക്രോളിംഗ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ വീഡിയോ ക്ലാസ്സിൽ. ഓക്കെ, ഈ ജോഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോട്ടോർ മെല്ലെ മെല്ലെ പോകുന്നതാണ്. ജോഗിങ് എന്ന് പറഞ്ഞാൽ ക്രോളിങ്ങും ജോഗിങ് തമ്മിൽ വ്യത്യാസമുണ്ട്. ജോഗിങ് എന്ന് പറഞ്ഞാൽ മെല്ലെ മെല്ലെ പോകുന്ന ഒരു പ്രക്രിയയാണ്. കോഗിങ് എന്ന് പറഞ്ഞാൽ ലോക്കിംഗ് എന്നുള്ള സംഭവമാണ്. റെഫ്യൂസ് സ്റ്റാർട്ട് എന്നൊക്കെ പറയും കോഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അത് വേറെതാണ്. ഹണ്ടിങ് എന്ന് പറഞ്ഞാൽ സിംഗിൾസ് മോട്ടോറിൽ വരുന്ന ഒരു എഫക്റ്റാണ്, അത് ലോഡ് വേരിയേഷൻ ചെയ്യുന്നവർ വരുന്ന എഫക്റ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ക്രോളിംഗ് ആണ്. ക്ലിയർ അല്ലേ. ഈ കോഗിങ്ങും ക്രോളിങ്ങും ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. 0 to 100 milliampere PMMC ammeter reads 80 milliampere in a circuit. If it is bottom control spring is snapped suddenly, the meter will reads nearly 0, 80, 20, 100 എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മളൊരു മീറ്ററിൽ എന്തുണ്ട്, കൺട്രോൾ സ്പ്രിങ് ഉണ്ട് അല്ലേ, കൺട്രോൾ സ്പ്രിങ് ഉണ്ട്. അപ്പോൾ കൺട്രോൾ സ്പ്രിങ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ആ കോയിലിലേക്ക് കറണ്ട് വരുന്നത്. ഓക്കെ, നമ്മൾ മൂവിങ് കോയിലേക്ക് കറണ്ട് കൊടുക്കുന്നത് കൺട്രോൾ സ്പ്രിങ് വഴിയാണ്. ഇത് കൺട്രോൾ സ്പ്രിങ് ഉണ്ടാകാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് എന്ത്, ഫോസ്ഫർ
ബ്രോൺസ് എന്ന് പറഞ്ഞത് അല്ലേ. ഫോസ്ഫർ ബ്രോൺസ് ആണ് എന്ത് കൺട്രോൾ സ്പ്രിങ്ങിന് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ നോക്കും ഈ ഒരു ഇത് പഠിച്ചു കഴിഞ്ഞാൽ ദ സ്പ്രിങ് ഗീവ്സ് ദ കൺട്രോളിംഗ് ടോർക്ക്. ഓക്കെ, അപ്പോൾ സ്പ്രിങ് കൺട്രോളിംഗ് മെത്തേഡാണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് കോയിൽ. അപ്പം അത് സ്നാപ്സ് കട്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, കോയിൽ ആ ഒരു സ്പ്രിങ് കട്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്, കോയിലേക്ക് സപ്ലൈ കിട്ടുമോ? ഇല്ല. കോയിലേക്ക് സപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവില്ലല്ലോ, നോ ഡിഫ്ലക്ഷനാണ് കിട്ടുക. അപ്പോൾ എന്ത് ചെയ്യും, 0 റീഡിംഗ് ആണ് കിട്ടുക. ഓക്കെ, അതൊക്കെ ആ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്നുള്ള ക്ലാസ്സിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ട് നോക്കുക. അടുത്ത് നോക്കാം. ദ വോൾട്ടിമീറ്റർ ഹാസ് യൂണിഫോം സ്കെയിൽ, ഇൻഡക്ഷൻ ടൈപ്പ്, മൂവിങ് കോയിൽ, പെർമനന്റ് മാഗ്നറ്റ്, മൂവിങ് അയൺ ടൈപ്പ്, മൂവിങ് കോയിൽ ഡൈനാമിക്. നമുക്കറിയാം ഡിഫ്ലക്ഷൻ ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു മൂവിങ് കോയിൽ യൂണിഫോം സ്കെയിലിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇൻഡക്ഷൻ ടൈപ്പിലും മൂവിങ് അയൺ ഡൈനാമോമീറ്റർ ടൈപ്പിലൊക്കെ I² ആണ്, സ്ക്വയർ ഓഫ് ദ കറണ്ട് ആണ് വരിക. PMMCയിൽ മാത്രമാണ് എന്ത് വരുന്നത്, മെയിനായിട്ട് ഒരു യൂണിഫോം സ്കെയിൽ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്, ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദ സ്ക്വയർ വേവ് ടൈപ്പ് ഓഫ് എ വോൾട്ടേജ് of peak magnitude is 200 voltage measured by a moving iron voltmeter. It will be read. നമുക്കറിയാം വോൾട്ടിമീറ്റർ മൂവിങ് അയൺ ഒക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് എന്താണ്, അത് മെഷർ ചെയ്യുന്നത് RMS വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ സ്ക്വയർ വേവിൻ്റെ കണ്ടീഷനിൽ പീക്കും അതുപോലെ തന്നെ RMS ഒക്കെ എന്താണ്, സെയിം ആണെന്നാണ് പറയുന്നത് അല്ലേ. പീക്കും RMS ഒക്കെ സെയിം ആണല്ലോ. അപ്പോൾ 200 വോൾട്ടേജ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പീക്ക് വാല്യൂ ആണ് 200 വോൾട്ടേജ്, പക്ഷെ അത് തന്നെയാണ് എന്ത് വരുന്നത്, RMS വാല്യൂ വരുന്നത്. അപ്പോൾ ആൻസർ ഏതാണ് വരിക, നമ്മുടെ 200 വോൾട്ടേജ് തന്നെയാണ് അത് റീഡ് ചെയ്യുക. കാരണം RMS വാല്യൂ ആണ് റീഡ് ചെയ്യുന്നത് വോൾട്ടിമീറ്റർ. അത് സ്ക്വയർ വേവിൻ്റെ കണ്ടീഷനിൽ, വേവ് ആണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്, സ്ക്വയർ വേവിൻ്റെ കണ്ടീഷനിൽ പീക്ക് വാല്യൂം RMS വാല്യൂ ഒക്കെ സെയിം ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ DC ജനറേറ്റർ ബിയോണ്ട് ക്രിറ്റിക്കൽ റെസിസ്റ്റൻസ് വിൽ ജനറേറ്റ് നോ വോൾട്ടേജ്. നിങ്ങൾക്കറിയാം ഇത് വളരെ വീണ്ടും പറയാണ്, കൃത്യമായിട്ട് ഞാൻ DC ജനറേറ്ററിൽ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്താണ്. ക്രിറ്റിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ റെസിസ്റ്റൻസ് ആണ്, അത് ഷണ്ട് ഫീൽഡിൻ്റെ റെസിസ്റ്റൻസ് ആണ് അല്ലേ. ഷണ്ട് ഫീൽഡിൻ്റെ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ ഒരു ജനറേറ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഷണ്ട് ഫീൽഡിൻ്റെ റെസിസ്റ്റൻസ് ആണ് ക്രിറ്റിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഒരു പെർട്ടിക്കുലർ സ്പീഡിൻ്റെ മുകളിൽ പെർട്ടിക്കുലർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്റ്റാർട്ടിങ് ടൈമിൽ റെസിഡൽ മാഗ്നറ്റിസം ഫ്ലക്സ് കാരണമുള്ള കറണ്ട്, റെസിഡൽ കറണ്ട് എന്ന് പറഞ്ഞത് ഫീൽഡ് കൂടെ പാസ് ചെയ്യില്ല. ഫീൽഡ് കൂടെ പാസ് ചെയ്യണമെങ്കിൽ അത് ഇനീഷ്യലായിട്ട് ഈ ഒരു വോൾട്ടേജ് ബിൽഡപ്പ് നടക്കണമെങ്കിൽ റെസിഡൽ ഫ്ലക്സ് കാരണമുള്ള ഒരു കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യണം ഇനീഷ്യലായിട്ട്. ആ ഒരു കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ ഈ റെസിസ്റ്റൻസിന് ഒരു ലിമിറ്റേഷൻ, അതാണ് ക്രിറ്റിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ആ ക്രിറ്റിക്കൽ റെസിസ്റ്റൻസിൻ്റെ കൂടുതലാണ് വരുന്നതെങ്കിൽ ഇതിൽ കറണ്ട് പാസ് ചെയ്യില്ല, എന്ത് ചെയ്യുന്നില്ല, വോൾട്ടേജ് എന്ത് ചെയ്യില്ല, ബിൽഡപ്പ് ചെയ്യില്ല. ഓക്കെ, ജനറേറ്റർ വോൾട്ടേജ് ബിൽഡപ്പ് ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പോൾ ജനറേറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അത് ക്രിറ്റിക്കൽ റെസിസ്റ്റൻസിൻ്റെ താഴെ ആയിരിക്കണം. ഇത് ഷണ്ട് ഫീൽഡിൻ്റെ റെസിസ്റ്റൻസ്. അപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞാൽ ക്രിറ്റിക്കൽ റെസിസ്റ്റൻസ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഷണ്ട് ഓഫ് ദ ജനറേറ്റർ. ഷണ്ട് ഫീൽഡിൻ്റെ റെസിസ്റ്റൻസ് ആണ് അത്. നമ്മൾ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അത് ക്രിറ്റിക്കൽ റെസിസ്റ്റൻസ്, ഷണ്ട് ഫീൽഡിൻ്റെ റെസിസ്റ്റൻസ് ക്രിറ്റിക്കൽ റെസിസ്റ്റൻസിൻ്റെയും എന്ത് ചെയ്യണം, താഴെ ആയിരിക്കും, ബിലോ ദ ക്രിറ്റിക്കൽ റെസിസ്റ്റൻസ് ആയിരിക്കുന്നത് ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ്. അങ്ങനെ അല്ലെങ്കിൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യില്ല, അതിലപ്പുറം പോയി കഴിഞ്ഞാൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സിംബേൺ ടെസ്റ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ഫോർ സീരീസ് മോട്ടോർ, ഷണ്ട് മോട്ടോർ, സീരീസ് ആൻഡ് ഷണ്ട് ആൻഡ് കോം. നിങ്ങൾക്കറിയാം സിംബേൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ എന്താണ്, അതൊരു നോ ലോഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, നോ ലോഡ് ടെസ്റ്റ് നമുക്ക് സീരീസ് മോട്ടോറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? സീരീസ് മോട്ടറിൽ ഒരിക്കലും നമുക്ക് നോ ലോഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നോ ലോഡിൽ ഇൻഫിനിറ്റി സ്പീഡിലാണ് എന്ത് ചെയ്യുക, സീരീസ് മോട്ടോർ വർക്ക് ചെയ്യുക. അപ്പോൾ നോ ലോഡ് ടെസ്റ്റ് ഒരിക്കലും സീരീസ് മോട്ടറിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഷണ്ടിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്. സീരീസ് ആൻഡ് ഷണ്ട് പറ്റില്ല, ഷണ്ട് ആൻഡ് കോമ്പൗണ്ട്. അപ്പോൾ ഷണ്ടിലും കോമ്പൗണ്ടിലും നമുക്ക് ഒരു പ്രശ്നവുമില്ല, സിംബേൺ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ഓപ്ഷൻ ഡി ആണെന്ത് കറക്റ്റ് ആൻസർ. സീരീസ് പറ്റില്ല, അതുകൊണ്ടാണ് സീരീസ്. ഇവിടെ സീരീസ് ഷണ്ടുണ്ട്, പക്ഷേ സീരീസ് പറ്റില്ല, ഷണ്ട് പറ്റും, പക്ഷേ ഇവിടെ ഷണ്ട് കോമ്പൗണ്ട് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എ 4-pole DC machine has lap winding, the winding removed and then wave winding the same number of turns put the induced EMF will be. നമ്മൾ ഒരു ഇൻഡക്ഷൻ ജനറേറ്ററിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം EB is equal to എന്താണ് 5ZN/60 × P/A. ഓക്കെ, ഫസ്റ്റ് കണ്ടിട്ട് നമ്മൾ എന്താ മാറുന്നത്, ഇവിടെ വൈൻഡിങ് മാത്രമാണ് വരുന്നത്. നമ്പർ ഓഫ് പോൾസ് ഒക്കെ സെയിം ആണ്, വൈൻഡിങ് മാറുന്നത് പാരലൽ പാത്താണ് മാറുന്നത്. അപ്പോൾ ബാക്ക് EMF ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്താണ്, പാരലൽ പാത്താണ്. ഓക്കെ, ഇനീഷ്യൽ കണ്ടീഷനിൽ എത്ര ഉള്ളത്, ഇനീഷ്യൽ കണ്ടീഷനിൽ
നമ്പർ ഓഫ് ലാപ്പ് വൈൻഡിങ് ആണ്. ലാപ്പ് വൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസിക്കൽ ടു നമ്പർ ഓഫ് പോൾസ് ഈസിക്കൽ ടു 4. രണ്ടാമത്തെ കണ്ടീഷനിൽ നമ്പർ ഓഫ് വേവ് വൈൻഡിങ് നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസിക്കൽ ടു 2 ആണ്. അപ്പോൾ എന്ത് ചെയ്ത് ഈ ഒരു സംഭവം എന്തായി മാറി? 4 എന്നുള്ള സംഭവം എന്ന് പറഞ്ഞത് 2 ആയിട്ട് മാറി അല്ലേ? 2 ആയിട്ട് മാറുമ്പോൾ എന്താ സംഭവിക്കുക? 4 എന്നുള്ള സംഭവം 2 ആയിട്ട് മാറി, അതായത് കുറഞ്ഞ്. അപ്പോൾ ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽട്ടാണ്. പാരലൽ പാത്ത് കുറഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? EMF എന്തെങ്കിലും കൂടും. അപ്പോൾ എന്ത് ചെയ്യും? ആൻസർ ഏത് വരാം? ഇൻക്രീസ് വരാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ പാരലൽ പാത്താണ്. ലാപ്പ് എന്ന് വേവിലേക്ക് മാറുന്ന നേരം പാരലൽ പാത്തിൻ്റെ നമ്പർ എന്തായിരുന്നു മാറി? 4 2ലേക്ക് മാറി. അത് ഡിപ്പെൻസ് ഓൺ ദ പോൾസ് ഒക്കെ ആണ്. 2ലേക്ക് മാറുന്ന സമയത്ത് എന്ത് ചെയ്യും? കുറയല്ല ചെയ്യുന്നത്. പാരലൽ പാത്ത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ അത് കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഒരു സംഭവം എന്ത് ചെയ്യുന്നു? മാറി കൂടുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. 15 ക്വസ്റ്റ്യൻസുകളാകുമ്പോൾ ഇതൊരു 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് കൊടുക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.